ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ മടക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈവച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടി ചേർത്തിട്ടുള്ള എണ്ണ ആ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കാവുന്നതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മാവായിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയൊന്ന് കഴുകി വന്നതിന് ശേഷം ആ മാവ് വീണ്ടും കയ്യിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്ത് അതിൽ നിന്നും കുഞ്ഞു കുഞ്ഞ് പീസുകൾ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ച് വീണ്ടും അതിങ്ങനെ ഒന്ന് റോൾ ചെയ്യുമ്പോൾ അതൊന്നും കൂടി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിനെ ഞാൻ എടുക്കുന്ന ആ ഒരു മാവിൻ്റെ അളവിന് എനിക്ക് 13 ബോൾസാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയത്. അത് ഓരോരുത്തരും ഉണ്ടാക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം മാവ് കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ടാക്കുന്ന ബോൾസിൻ്റെ എണ്ണം കുറഞ്ഞു വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആണെന്നുണ്ടെങ്കിൽ എണ്ണം കൂടി വരാം കേട്ടോ. അപ്പോൾ എനിക്ക് 13 ബോൾസാണ് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് ഞാൻ ഫോർച്യൂണിൻ്റെ ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ലെയേഴ്സ് ഭയങ്കര ഇങ്ങനെ കുറേ ലെയേഴ്സ് ഇങ്ങനെ പൊറോട്ട പോലെയൊക്കെ അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന മാവിലേക്ക് നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം 1.5 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റും, അതുപോലെ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റിലാണ് കിട്ടുക. ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ കൂടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തു. ഗോതമ്പ് പൊടിയിൽ നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് ആ എല്ലാ ഭാഗത്തേക്കും ഗോതമ്പ് പൊടി ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. റോളർ വെച്ച് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി റോളറിൻ്റെ മീതെ കൊട്ടിപ്പിടിച്ച് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഗോതമ്പ് പൊടി അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നെയ്യ് അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിൽ 2 ചേർത്ത് കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഗോതമ്പ് പൊടി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഒരു സൈഡ് മടക്കിയതിന് ശേഷം അടുത്ത സൈഡിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ മടക്ക് ചപ്പാത്തി പല രീതിയിലും നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു രീതിയിലാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ 2 സൈഡിൽ നിന്ന് മടക്കി എന്നിട്ട് അതിന് മുകളിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളിൽ നിന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ ഓയിൽ അതിന് മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ എത്രത്തോളം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു, ഈ മടക്ക് ചപ്പാത്തി നന്നായിട്ട് ലെയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഓയിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ നടുമടക്കി വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നടുമടക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു രീതിയിലുള്ള മടക്ക് ചപ്പാത്തിയുടെ മടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചപ്പാത്തി നമ്മൾ മടക്ക് ചപ്പാത്തിയുടെ ആ ഒരു ഡോ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കുക. മടക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു രീതിയിൽ നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബോള് മാവെടുത്തിട്ട് ഗോതമ്പ് പൊടിയിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് നേരത്തെ ചെയ്തതുപോലെ തന്നെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒത്തിരി ഇങ്ങനെ നൈസായിട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല കനം കുറച്ചിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എടുത്ത അളവിന് നമ്മൾ വെള്ളവും അതുപോലെ ഓയിലൊക്കെ ചേർത്ത ഈ ഒരു അളവിന് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്കത് പരത്തിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പൊടി എന്ന് പറയുന്നത് ഫോർച്യൂണിൻ്റെ ഗോതമ്പ് പൊടിയാണ്. പലരും ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡിൻ്റെ പൊടിയാണ് എടുത്തതെന്നൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഓരോ പൊടിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും ആ ഒരു സോഫ്റ്റ്നെസ് ടെക്സ്ചറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ ഫോർച്യൂണിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഫോർച്യൂണിൻ്റെ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് പരസ്യമൊന്നുമല്ല, ഞാൻ എടുത്തിട്ടുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം പരത്തിയിട്ട് എണ്ണ തേച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മടക്കി അതിന് മുകളിൽ എണ്ണ തേച്ചു. എന്നിട്ട് ആ മടക്കിയതിന് മുകളിലേക്ക് തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് അതിന് മുകളിലും നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ
കുറച്ച് പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മടക്ക് ചപ്പാത്തി മടക്കിയെടുക്കാം കേട്ടോ. പിന്നെയുണ്ട് പല രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 2 രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നെടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ തടവിയിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ആ മടക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി എടുത്ത് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി തിന്നായിട്ട് ഇനി പരത്തിയെടുക്കരുത്, അപ്പോൾ ലെയേഴ്സ് നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളതൊന്ന് പരത്തിയെടുക്കാം. ഒത്തിരി അമർത്തിയിട്ട് പരത്താതെ ചെറുതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്, വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മടക്ക് ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി പരത്തിയെടുത്തു. ഇനി നമുക്ക് അടുത്തതും ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അടുത്ത ചപ്പാത്തിയും വെച്ചു, എണ്ണ തടവിയിട്ട് നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ രണ്ടും പരത്തിയെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മടക്ക് ചപ്പാത്തി നന്നായി ലെയേഴ്സ് ആയിട്ടൊക്കെ വരണമെങ്കിൽ നന്നായിട്ട് എണ്ണയിലേക്ക് നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊള്ളച്ച് വന്നത് കണ്ടോ, ആ ലെയർ ഇങ്ങനെ പൊള്ളച്ച് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മടക്ക് ചപ്പാത്തി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ പറയില്ല, കാരണം ഓയിൽ അത്യാവശ്യം നന്നായിട്ട് അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്, നല്ല ലെയേഴ്സ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല നോൺ വെജ് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെജ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. വെറുതെ കഴിക്കാനാണെങ്കിലും സൂപ്പറാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.